ഇന്ന് ഡേ 11 ആണ്. ഡേ 11 പറയുന്നത് കൺസിസ്റ്റൻസി പവർ. നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചിട്ട് അത് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ വരികയാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളതുകൊണ്ടാവാം നമുക്കങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാതെ വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന കാര്യം അതെന്ത് തന്നെ ആയാലും അതിൻ്റെ സക്സസ് എത്തുന്നത് വരെ നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കുക. അതിൽ വരുന്ന പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെ മറികടക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. ഞാൻ രാജി രാജേഷ്, വുമൻസ് ഡൈനാമിക് കോച്ച്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് വാല്യുബിൾ ആണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റ്സിനാണ്. എനിക്കൊരുപാട് പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട്. എങ്കിലും വീഡിയോയുടെ താഴെയും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് മനുജ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജി രാജേഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ആളിപ്പോൾ വുമൻസ് ഡൈനാമിക് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഗൈഡായിട്ട് നമുക്ക് രാജീവ് ഗോപിനാഥിനെ സമീപിക്കാം. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന അവസരത്തിൽ ഞാൻ ആളുമായിട്ട് ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കൊരു നല്ല ഗൈഡായിരിക്കും രാജീവ് ഗോപിനാഥ്. താങ്ക് യു.